എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം മീഡിയ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തിരുന്നു. അത് കേരളത്തിലെ ക്രൈസ്തവരും ഹൈന്ദവരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന തലത്തിൽ ഒരു വീഡിയോ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പാല അരമനയുടെ വസ്തുവിൽ ഒരു ശിവലിംഗവും അതിനോട് ബന്ധപ്പെട്ട ചില വസ്തുക്കളും കണ്ടെത്തിയെന്നും അതുകൊണ്ട് ആ സ്ഥലത്തിന് അവർക്ക് അവകാശമുണ്ട് എന്നും ഒക്കെ അവിടുത്തെ ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയാണ് ബ്രേക്ക് ചെയ്തത്. വാസ്തവത്തിൽ അതിന്റെ സത്യാവസ്ഥ വളരെ വിഭിന്നമാണ് എന്ന് യൂട്യൂബ് ചാനലിലെ ഒരുപാട് ചാനലുകളിൽ നമ്മൾ കണ്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആ ഭാഗമല്ല, അതിന്റെ മറുഭാഗമാണ്. അപ്പോ ആദ്യം ഇതിന് വന്ന വാർത്ത അവരുടെ പള്ളിയുടെ പ്രിമൈസിൽ കണ്ടു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് അരമനയുടെ സ്ഥലത്ത് കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ അതൊക്കെ മാറി. അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചിട്ടിരുന്ന വസ്തുവിൽ കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് JCBക്ക് ഇളക്കുന്ന സമയം JCBക്ക് ഇളകി വന്നതാണ് ഈ പറഞ്ഞ ശിവലിംഗവും അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളും. അപ്പോൾ അതൊരു നോർത്ത് ഇന്ത്യൻ തൊഴിലാളിയാണ് അത് ചെയ്തതെന്ന് തോന്നുന്നു. ഏതായാലും ഇത് കണ്ട ഉടനെ തന്നെ പള്ളിക്കാർ അടുത്തുള്ള ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു എന്നും വിവരം അറിഞ്ഞതോടുകൂടി ചുറ്റുപാടുമുണ്ടായിരുന്ന ഹൈന്ദവർ അവിടേക്ക് വരികയും സ്വാഭാവികമായും അവർ പൂജിക്കുന്ന അവരുടെ പൂജാ വസ്തു അവർ നേരിട്ട് കാണുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളും, അതിനെ ആരാധിക്കാനും അതിനെ വണങ്ങാനും അതിന് പൂവിടാനും വിളക്ക് കൊളുത്താനും ഒക്കെയുള്ള സ്വാഭാവികമായ ക്രിയകൾ അവർ ആ പറമ്പിൽ ചെയ്തു. അടുത്ത സംഭവം, ഇനി അത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനൊരു തീരുമാനമെടുക്കേണ്ടത് ദേവപ്രശ്നം വച്ചാലേ നടക്കൂ എന്നുള്ളതാണ്. അത് അവിടുത്തെ ഹൈന്ദവർ ചർച്ചിനോട് പറയുകയും അതിനുള്ള സൗകര്യം ചെയ്തു കൊള്ളാൻ സഭ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയിലൊക്കെ ഇവിടുത്തെ ഇസ്ലാമികൾ ശ്രമിച്ചിരുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നത്, മീഡിയ വണ്ണാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അവർ ചിന്തിച്ചിരുന്നത് ഈ സ്ഥലത്ത് അത്തരത്തിലൊരു ദേവപ്രശ്നം നടത്താൻ അനുവദിക്കില്ല എന്നും അങ്ങനെ വന്നാൽ അവിടെ ഒരു ഇഷ്യൂ, ഒരു സ്വാഭാവികമായും ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയാണ് മീഡിയ വൺ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ കത്തോലിക്ക സഭ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല, അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവര് അവിടെ ദേവപ്രശ്നം നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇനി ആ പ്രശ്നം നടന്നതിന് ശേഷം മാത്രമേ അവർക്കത് എവിടെ വെക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാവാൻ സാധ്യതയുണ്ട്. അതേ സ്ഥലത്ത് തന്നെ വെക്കണമോ അതോ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക്, നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തൊട്ടടുത്ത അമ്പലത്തിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഈ സാധനങ്ങൾ കൂടി അവിടേക്ക് മാറാനുള്ള സാധ്യതയാണോ തെളിയുന്നത്, അതോ ഈ സ്ഥലം തന്നെ അതിന് പറ്റത്തുള്ളൂ, ഇത് മാറി മറ്റൊരു സ്ഥലത്ത് ഇത് സ്ഥാപിക്കാൻ കഴിയില്ല എന്നൊരു നിലയിലേക്ക് കഥ വരുമോ എന്നും അറിയാൻ പാടില്ല. ഇത് ഏതു വന്നാലും ഒരു ലഹളയുണ്ടാകാത്ത നിലയിൽ അതിനെ ക്രമീകരിക്കാൻ പാലാ രൂപത തയ്യാറാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്റെ മനസ്സിൽ തോന്നിയ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. കർണാടകയിലെ ഒരു റോമൻ കാത്തലിക് ചർച്ചിനകത്ത് അവർ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് കാരണം അവിടെ വരുന്ന അതിന്റെ ചുറ്റുപാടുമുള്ള ശിവഭക്തന്മാർ ചർച്ചിൽ ആരാധനയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ വീഡിയോ ഒന്ന് കാണിക്കാം. കർണാടക സംസ്ഥാനത്തെ ബെൽഗാമിൽ ഈശോ സഭയുടെ കീഴിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിന്റെ ചൂട് പിടിച്ച് സ്ഥാപിതമായിരിക്കുന്ന കത്തോലിക്ക ദേവാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ദൈവം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ അവ ഭവനത്തിൽ സൂക്ഷിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഈ സഭാപുരോഹിതർ പറയുന്നു, വിഗ്രഹാരാധനയാവാം, ഏതുതരം മൂർത്തിയിലൂടെയും ദൈവത്തെ ആരാധിക്കാം, വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിന്റെ ശക്തി അറിയാം. അതുപോലെ തന്നെ മൂർത്തി പൂജ എന്നെല്ലാം നമ്മൾ പറഞ്ഞ് പഴയകാലത്ത് ഇത് ഒരു കീഴായി നോക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മൂർത്തിയിൽ കൂടെ അനന്ത ദൈവത്തിന്റെ ശക്തിയാണ്. This is the body of Christ.
ഈ സിമ്പിൾസിൽ കൂടെ നമ്മൾ കാണുന്നത് ദൈവത്തെയാണ്. ഇവിടെ പള്ളിയിൽ ലിംഗഭജനം, ആ ലിംഗായ ജനര് ആ ലിംഗത്തിൽ കൂടെ അവർ ദൈവത്തെ ദർശിക്കുക. ഈ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഏരിയയിൽ ലിംഗായത്തുകാരാണ് കൂടുതലുള്ളത്. അവർ ഈ പള്ളിയിൽ വരുന്നത് കൂടുതലായിട്ട് ലിംഗായത്തുകാരാണ്. സോ അവർക്ക് ആ ലിംഗം കാണുമ്പോൾ ആ ലിംഗത്തിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു ദർശനം അവർക്ക് ലഭിക്കുന്നു. നമ്മൾ ക്രിസ്ത്യൻസ് ആ ലിംഗത്തിൻ്റെ അവരുടെ ആ ഒരു കൾച്ചറിനെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ടബർനാക്കിൾ ആ ലിംഗത്തിൻ്റെ രൂപത്തിലുണ്ടാക്കി അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാം. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നാവും നമ്മൾ ആ ലിംഗത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെയും വെക്കുകയാണ്. സോ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ഇവിടെ വരാനും പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ആ ലിംഗം അത് ഈ ജനങ്ങളുടെ ഒരു മനസ്സിനെ കൂടുതൽ ആകർഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ലിംഗത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ടബർനാക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഈ ശിവലിംഗം എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട മൂർത്തിയാണെന്നും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നും ഉള്ള മട്ടിലേക്കാണ് അവർ കഥ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണല്ലോ കർണാടക. അവിടെ അവർ കാത്തലിക് ചർച്ചിനകത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് അതിലൊരു ഡോറൊക്കെ ഇട്ടിട്ട് അതിന്റെ അകത്തവര് ഇവര് പറയുന്ന ഓസ്തി വച്ചിരിക്കുകയാണ്. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്തിയും സാധനങ്ങളും ഇതിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വിശ്വാസികൾ ശിവലിംഗത്തെ നോക്കി വണങ്ങും. അപ്പോൾ അവരത് തുറന്നിട്ട് അതിനകത്ത് നിന്ന് തിരു ഓസ്തി എടുത്ത് അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ട് കാത്തലിക്സ് ചിന്തിക്കുന്നത് ഞങ്ങൾ ആൾക്കാർക്ക് യേശുവിന്റെ ശരീരവും രക്തവും കൊടുത്തു എന്നാണ്. അപ്പുറത്ത് നിന്ന് ശിവലിംഗത്തിലേക്ക് നോക്കി ആരാധിക്കുന്ന ശിവഭക്തന്മാർ കരുതുന്നത് ഞങ്ങൾ ശിവനെയാണ് ആരാധിക്കുന്നത് എന്നാണ്. ഇവർ കൊടുക്കുന്ന ഓസ്തിയെ ബഹുമാനിച്ചാലും അവർ ആരാധിക്കുന്ന ശിവനെ ആരാധിച്ചാലും ഇത് രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഇവിടെ വിശുദ്ധ വേദപുസ്തകവുമായിട്ടോ കർത്താവുമായ യേശുക്രിസ്തുവുമായിട്ടോ ഒന്നും കത്തോലിക്കർക്ക് ബന്ധമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതിനെ ഈ വിഷയത്തിലും എനിക്ക് ആവർത്തിച്ചു പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബേജാറാകേണ്ട കാര്യമൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചാലേ തീരൂ എന്നൊരു നിർബന്ധം വരുന്ന കണ്ടീഷൻ ഉണ്ടായാൽ ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കത്തക്കതേ ഉള്ളൂ, വില വാങ്ങിച്ച് വിട്ടുകൊടുക്കത്തക്കതേ ഉള്ളൂ. അല്ല, പള്ളിക്കകത്ത് കണ്ടാലും അത്തരത്തിലൊരു സാധനത്തെ ഇവർക്ക് സഭയിൽ പ്രതിഷ്ഠിക്കുന്നതിന് പാപമില്ല, അല്ലെങ്കിൽ റിസ്ക് ഇല്ല എന്നതാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. കർണാടകയിൽ സഭയ്ക്കകത്തൊരു ശിവലിംഗം വെക്കാനുള്ള സൗകര്യം അവർ തന്നെ തയ്യാറാക്കിയിരിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടുപിടിച്ചതൊന്നും അല്ല, അവർ തന്നെ അതിനകത്ത് ഇവരായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ മനയ്ക്കകത്ത് കണ്ടുപിടിച്ചതിനെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കുന്നത് പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്തരത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് പറയത്തക്ക സെൻസിറ്റീവിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം. അതുകൊണ്ട് ഇവകളെല്ലാം തത്വത്തിൽ ഒന്നാണ്. പേരുകൾ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ കരുതുന്നു എന്നല്ലാതെ ഉത്സവങ്ങളും ആചാരങ്ങളും പെരുന്നാളുകളും വ്യത്യസ്ത പേരുകളിൽ ഇവിടെ നടക്കുന്നു എന്നല്ലാതെ ഇവകളുടെ എല്ലാറ്റിന്റെയും പുറകിലെ മൂർത്തി ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമല്ല. ക്രിസ്തു മാത്രമാണ് ഇതിൽ വേറിട്ട് നിൽക്കുന്നത്. അതിനെ നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം. ക്രിസ്തു തന്നെ അവകാശപ്പെടുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് തിരിച്ചു സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ക്രിസ്തു ഒഴികെ മറ്റൊരാളില്ലെന്ന് ക്രിസ്തു തന്നെ അവകാശം പറയുകയും പൗലോസ് ലീഗനും പത്രോസും ഒക്കെ അതിനെ
കൃത്യമായി സപ്പോർട്ട് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് അതുല്യനായും മറ്റൊരാളായും കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഇവര് പറയുന്ന ഉണ്ണി യേശുവായാലും, ഇവര് ക്രൂശിൽ കിടത്തി കാണിക്കുന്ന യേശുവായാലും, മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന യേശുവായാലും ഇവകൾക്കൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവപുത്രനായ ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഇല്ല. കാരണം ആ പഠിപ്പിക്കലുകൾക്ക് അതുമായിട്ട് ബന്ധമില്ല. ക്രിസ്തു പറഞ്ഞ യാതൊരു കർത്തവ്യങ്ങളും ഇവർ ചെയ്യുന്നതായും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സഭയ്ക്കകത്ത് തന്നെ ഈ ശിവലിംഗം സ്ഥാപിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിക്കേണ്ടത്. കാരണം തിരുവെഴുത്തിനെ അനുസരിക്കാത്ത സ്ഥിതിക്ക്, തിരുവെഴുത്തിനെ അനുകരിക്കാത്ത സ്ഥിതിക്ക് ഒരു വിഗ്രഹം കൂടി അവിടുത്തെ പള്ളിക്കകത്ത് വയ്ക്കുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി കാണുന്നില്ല, തിന്മയുള്ളതായും കാണുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഇസ്ലാം ഇപ്പോൾ ചിന്തിച്ചത് അതൊരു വിഗ്രഹമായതുകൊണ്ട് ഇവർക്ക് ഏതെങ്കിലും ഹറാം ഉണ്ടാകുമെന്നാണ്. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ഹറാമും ഇപ്പോൾ കത്തോലിക്കർക്കില്ല, അതുമായി ബന്ധപ്പെട്ട ആർക്കും തന്നെ ഇല്ല. അതൊരു വലിയ വിഷയവുമല്ല. അതിനകത്ത് വെക്കണമെങ്കിൽ അകത്ത് വെക്കാം, പുറത്തു വെക്കണമെങ്കിൽ പുറത്തു വെക്കാം, ഞങ്ങളും കൂടി ആരാധിക്കണമെങ്കിൽ അതിനും കുഴപ്പമില്ല എന്ന തലത്തിലേക്ക് കാലാന്തരത്തിൽ കഥ വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം. ഏതായാലും ഒരു വർഗീയ കലാപം ഉണ്ടാകാതെ മനോഹരമായ നിലയിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് സന്തോഷകരമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് മുൻകൈയെടുത്തവരെ ബഹുമാനിക്കുകയല്ലാതെ ആദരിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ മറ്റൊന്ന് വചനാടിസ്ഥാനത്തിൽ സംസാരിച്ചത്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.